വമിൻ അഖ്ലാഖിഹിം റളിയല്ലാഹു തആല അൻഹും. ഈ പറയപ്പെട്ട ഔലിയാക്കൾ, സൂഫിയാക്കൾ, അവരുടെ സ്വഭാവ ഗുണങ്ങളിൽപ്പെട്ടതാണ് എന്ത്? ശുഹൂദുഹും ബി നുഫൂസിഹിം, അവരുടെ മനസ്സിൽ തന്നെ ഹാദിറാവുക. എന്താ അവളെ മനസ്സിലൂടെ ഹാദിറാക്കുന്നത്? അന്നഹും ലം യഖൂമു ബി ദർറത്തിൻ വാഹിദത്തിൻ മിൻ ശുക്രി റബ്ബിഹിം, അവരുടെ നാഥൻ അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന് നന്ദി രേഖപ്പെടുത്തും. അവർ ആ നന്ദിയിൽ നിന്ന് നോക്കുമ്പോൾ, അള്ളാഹുവിലേക്കുള്ള നന്ദിയിൽ വെച്ച് നോക്കുമ്പോൾ ഒരു അണുമണി തൂക്കം പോലും അവർ നിറവേറ്റിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഹൃദയങ്ങൾ അവർ സാന്നിധ്യം വെക്കുന്നത്. വദാലിക, അത് അന്നഹും നിശ്ചയമായിട്ടും അവർ യറൗന, അവർ അഭിപ്രായപ്പെടുന്നു, അന്ന ജമീഅ മാ യസ്കുറൂനഹു ബിഹി, അവർ ഏതൊന്നിന് പകരമാണോ അല്ലാഹു തആല നന്ദി രേഖപ്പെടുന്നതെങ്കിൽ അത് മുഴുവനും ആ നന്ദി തന്നെ മിൻ ജുംലത്തി നിഅമിഹി അലൈഹിം, അവരുടെ മേൽ അല്ലാഹു തആല ചെയ്തു കൊടുത്ത അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അല്ലാഹു തആലക്ക് സാക്ഷാൽ നന്ദി രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഓരോ നന്ദി പറയുമ്പോഴും അങ്ങനെ പറയാനുള്ള കഴിവ് നൽകിയത് അല്ലാഹുവിന്റെ നിഅമത്തല്ലേ. അപ്പൊ ആ നന്ദി രേഖപ്പെടുത്തുമ്പോൾ അത് തന്നെ അല്ലാഹ് ചെയ്തിരുന്ന നിഅമത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതല്ലേ. അങ്ങനെ വരുമ്പോൾ അള്ളാഹ്ക്ക് നന്ദി രേഖപ്പെടുത്തി നോക്കുമ്പോൾ ഒരണുമണി തൂക്കം പോലും നമ്മൾ നിറവേറ്റിയിട്ടില്ല എന്ന് ബോധ്യമാകും. അപ്പൊ വലാ തംബദു നിഅമുല്ലാഹി തആല അബദൻ, ഒരിക്കലും അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾ കഴിഞ്ഞു പോവുകയില്ല, അതുണ്ടായിക്കൊണ്ടേയിരിക്കും. വലാ യസിഖു മിൻ അഹദിൻ മുഖാബലതുഹ, ഒരാളിൽ നിന്നും അല്ലാഹു തആലയുടെ അനുഗ്രഹങ്ങൾക്ക് മുഖാബലയായി നേരിടാൻ കഴിയുമില്ല, ശരിയാവൂല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവര് നന്ദി രേഖപ്പെടുത്തുമ്പോൾ ഒരണുമണി തൂക്കം പോലും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അവിടെ ഹൃദയത്തിൽ സാന്നിധ്യം വെച്ച് പറയുന്നത്. ഉദാഹരണങ്ങൾ ധാരാളം കാണാം. വകാന ബക്ർ ബിൻ അബ്ദുല്ലാഹിൽ മുസ്നി റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മാ ഖാല അബ്ദുൻ, ഒരടിമ പറഞ്ഞിട്ടില്ല അൽഹംദുലില്ലാഹ്, നല്ലൊരു കാര്യം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് പറയണം. അങ്ങനെ ഒരു അൽഹംദുലില്ലാഹ് എന്നൊരു അടിമ പറഞ്ഞിട്ടേ ഇല്ല. ഇല്ലാ വജബ അലൈഹി, ആ അടിമയുടെ മേലിൽ നിർബന്ധമായിട്ടല്ലാതെ ബിദാലിക, അൽഹംദുലില്ലാഹ് പറഞ്ഞത് കൊണ്ട് തന്നെ ആ അടിമയുടെ മേൽ നിർബന്ധമായി ശുക്റുനാഖ്റു, വേറെ നന്ദി രേഖപ്പെടുത്താം. അപ്പൊ അങ്ങനെ അൽഹംദുലില്ലാഹ് പറയുമ്പോൾ അതിന് അൽഹംദുലില്ലാഹ് പിന്നെ പറയണം, അങ്ങനെ പോവുകയാണ്. അപ്പൊ തീർന്നില്ല, നിർബന്ധമായി കൊണ്ടേയിരിക്കുകയാണ് ശുക്ർ എന്നാണ് ബക്ർ ബിൻ അബ്ദുല്ലാഹയുടെ കാഴ്ചപ്പാടെങ്കിൽ. ഫക്കാന വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത്, ഇദാ കാനല്ലദീ തസ്കുറുല്ലാഹ തആല ബിഹി, നീ ഏതൊന്നുകൊണ്ടാണോ അല്ലാഹു തആലക്ക് നന്ദി രേഖപ്പെടുത്തിയതെങ്കിൽ ആ നന്ദി രേഖപ്പെടുത്തിയ കാര്യം നിഅമത്തും മിൻഹു അലൈക മിൻ നിഅമിഹി അസ്സ വജല്ല, അല്ലാഹു തആല നിന്റെ മേൽ ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടൊരു അനുഗ്രഹമാണത്. പിന്നെ എവിടെ നന്ദി തീർക്കാൻ കഴിയും? നന്ദി ചെയ്യാൻ കഴിയില്ല. അപ്പൊ നന്ദി ചെയ്യാൻ കഴിയാത്തത് അതുകൊണ്ടാണ്. ഫമാ സമ്മ ശുക്റുൻ ഹഖീഖത്തൻ, അപ്പൊ യഥാർത്ഥത്തിൽ അവിടെ ശുക്ർ നടന്നിട്ടില്ലല്ലോ എന്നല്ലേ. അപ്പൊ അല്ലാഹ് കാക്കട്ടെ, നമ്മളൊക്കെ ഇപ്പൊ എന്തെല്ലാം ചെയ്യുന്നു, നന്ദി രേഖപ്പെടുത്തുന്നുണ്ടോ? വഇന്നമാ ശുക്റു ഇഅ്തിറാഫുക, നന്ദി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നീ സമ്മതിക്കലാണ് ബി കസറത്തി നിഅമിഹി അലൈക, നിന്റെ മേലിൽ അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹം ചെയ്തു തന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കലാണല്ലോ. വഇന്നക ലാ തുഹ്സി സനാഅൻ അലൈഹി അസ്സ വജല്ല, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മേലിൽ എത്രയാണ് സ്തുതിക്കേണ്ടത് എന്ന് നിനക്ക് കളിപ്പിതമാക്കാൻ കഴിയില്ല. ഒരുപാട് നിയമത്തെ അല്ലാഹ് നിനക്ക് തന്നു, നിനക്ക് പരമബോധ്യമാണ്, സമ്മതിക്കണം, നന്ദിയാണ്. ഇനി അതിനങ്ങോട്ട് പുകഴ്ത്തി പറയാൻ, കണക്കാക്കാൻ നിന്നെ കൊണ്ട് കഴിയുമില്ല. ഇതാണ് മഹാന്റെ മൊഴിയെങ്കിൽ മറ്റൊരു മഹാനായ ഖാല സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തസ്തരി തങ്ങൾ പറയുന്നു റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നത് എന്താ? അദാ ഉശ്ശുക്രി ലില്ലാഹി തആല, അല്ലാഹു തആലക്കുള്ള നന്ദി വീട്ടല്, അന്നക ലാ തഅസീഹി ബിനിഅമിഹി അലൈക, അല്ലാഹ് നിന്റെ മേൽ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമായി നീ അല്ലാഹ്ക്ക് തെറ്റ് ചെയ്യാതിരിക്കലാണ് നന്ദി. വഇന്ന ജവാരിഹക കുല്ലഹ മിൻ നിഅമിഹി അലൈക, കാരണം എന്താ? അല്ലാഹു തആല നിന്റെ ബോഡിയിൽ പടച്ചു വെച്ചതായിരിക്കുന്ന എല്ലാ അവയവങ്ങളും അല്ലാഹ് നിനക്ക് ചെയ്തു തന്ന നിഅമത്തിന്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക.
അപ്പൊ പിന്നെ പല താഴ്ചി ബിഷൈഇൻ മിൻഹ, ആ അവയവങ്ങളിൽ നിന്ന് ഒരു അവയവം കൊണ്ടും നീ അള്ളാഹ്ക്ക് തെറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് നന്ദി. വഖദ് കാന മുജാഹിദുൻ വമഖ്ഹൂൽ റഹിമഹുല്ലാഹു തആല, മഹാന്മാർ രണ്ടുപേരും പറഞ്ഞു. യഖൂലാനി, അവർ രണ്ടുപേരും പറയുന്നു. എവിടെ? ഈ ഖൗലി തആല, അല്ലാഹുവിന്റെ വാക്കിൽ. എന്ത്? ثم لتسألن يومئذ عن النعيم. പിന്നെ അന്ത്യലോകത്ത് അവസാന നാളിൽ എല്ലാ അനുഗ്രഹത്തെ നഈമായ സംഗതി ഏതൊക്കെ ഉണ്ടോ അതിനെ കുറിച്ചെല്ലാം നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. ഇതിന്റെ വ്യാഖ്യാനത്തിൽ മഖ്ഹൂലും മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹു അനഈം അശ്ശറാബുൽ ബാരിദു, നല്ല തണുത്തതായിരിക്കുന്ന പാനീയം, വളില്ലുൽ മസാകിൻ, മറ്റൊന്ന് താമസിക്കുന്ന നിഴല്, 3 വശിബഉൽ ബത്ൻ, വയർ നിറവ്, 4 വഇതിദാറുൽ ഖൽഖി, സൃഷ്ടിപ്പ് ചൊവ്വാവല്, 5 വലദ്ദത്തുൽ മനാം, ഉറക്കിന്റെ രസം. ഇതാണ് നഈം. ഇത് നഈമിനെ കുറിച്ച് അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. ഇതൊക്കെ അല്ലാഹുവിന്റെ നിഅമത്തല്ലേ? ഇതിന് ചോദ്യമുണ്ട്, മനസ്സിലാക്കിക്കോ. അപ്പൊ എങ്ങനെ നന്ദി രേഖപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? ഇല്ല. നമ്മളാരും യഥാർത്ഥത്തിൽ നന്ദി വീട്ടിയിട്ടില്ല എന്നാ വരുന്നത്. വഖദ് സുഇലൽ ഹസനുൽ ബസരിയു, ഹസൻ ബസരി തങ്ങളോട് ചോദിക്കപ്പെടുകയുണ്ടായി. അനിൽ ഫാലൂദജി, ഫാലൂദജിയെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ തേനും മാവും വെള്ളം കൂട്ടി കലത്തുണ്ടാക്കിയ അലുവ പോലുള്ള പലഹാരം. അഹുവ മിൻ അക്ബിർ നിഅമീന ചോദിച്ചത്. അത് അള്ള ചെയ്തു തന്ന നിയമത്തിൽ ഏറ്റവും വലിയ നിയമത്തിൽ പെട്ടതാണെന്ന ചോദ്യം. ഫഖാല, അപ്പോൾ ഹസൻ ബസരി തങ്ങൾ പറഞ്ഞു, നിഅമത്തുല്ലാഹി സുബ്ഹാനഹു വതആല അലൈന, നമ്മുടെ മേൽ അള്ള ചെയ്തു തന്ന നിഅമത്ത് എവിടെ? ഫിൽ മാഇൽ ബാരിദിൽ അദ്ബി, നൽതണ്ണീരായ തണുത്തതായ വെള്ളം, അതിലൂടെ അള്ള നമുക്ക് നിഅമത്ത് ചെയ്തു തന്നിട്ടുണ്ട്. അത് അഅ്ലം മിന്നു, ഈ ഫാലൂദജിനേക്കാളും ഈ പലഹാരത്തിനേക്കാളും മുഖ്യമായതും വണ്ണമായതുമാണ്. അപ്പൊ ആലോചിച്ചു ഒക്കെ ഓരോന്നും നമ്മുടെ ശരീരം, നമ്മുടെ ഭക്ഷണങ്ങൾ, നമ്മുടെ സെക്കൻഡുകൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ, ചലനങ്ങൾ എല്ലാം നിയമത്തല്ലേ? നമ്മൾ നന്ദി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആലോചിക്കുക. വഖദ് മറ വഹബ് ബിൻ മുനബ്ബഹ് റഹിമഹുല്ലാഹു തആല യൗമൻ, ഒരിക്കൽ വഹബ് എന്നവരിങ്ങനെ നടന്നു പോവുകയാണ്. അലാ റജുലിൻ അസമ്മ അബ്കമ മുസാബിൻ, വളരെ പ്രയാസമുള്ള, മിണ്ടാൻ കഴിയാത്ത, ചെവി കേൾക്കാത്ത ഒരാൾ അയാളെ അരികിൽ കൂടെ ഇങ്ങനെ പോവുകയായിരുന്നു. അങ്ങനെ പോയപ്പോൾ അപ്പോൾ അദ്ദേഹത്തോട് അഥവാ ഹസൻ ബസരി തങ്ങളോട് ചോദിക്കുകയാണ്, എന്ത്? ഹൽ ബഖിയ അലാ ഹാദാ നിഅമത്തുൻ, ഈ സാധുവായ മനുഷ്യന് മേൽ വല്ല നിഅമത്തും ഇനി അവശേഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഇയാൾ കാണുന്നില്ല, നിഅമത്തുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല, അപ്പോൾ ഹസൻ ബസരി വഖാല വഹബ്, വഹബാണ് ഹസൻ ബസരി വഹബ്. അപ്പോൾ വഹബ് എന്നവര് പറയുന്നു, നഅം, അതേ ഉണ്ടല്ലോ. എന്താണത്? ഇസാഅത്തു മാ യഅകുലു വമാ യശ്റബു വതസ്ഹീലുഹു വനഹു ദാലിക, അദ്ദേഹം ഭക്ഷിക്കുന്നുണ്ട്, അത് മുഴുവൻ കീഴ്പോട്ടിറങ്ങുന്നുണ്ടല്ലോ. അദ്ദേഹം കുടിക്കുന്നുണ്ട്, അത് പോകുന്നുണ്ടല്ലോ. അത് എത്രയോ എളുപ്പമാകുന്നുണ്ട്. യഅനി, അതുകൊണ്ട് ഉദ്ദേശം, ഇദാ ഖറജ, അതെങ്ങാനും പുറത്തേക്ക് വന്നാൽ, ഫദാലിക അഅ്ലമു മിൻ നിഅമില്ലാഹി അല്ലതി ഫാതതുഹു, അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ പ്രത്യക്ഷാനുഗ്രഹങ്ങളുണ്ട്, അതിനേക്കാൾ ഏറ്റവും വലിയതായിരിക്കുന്ന അനുഗ്രഹമല്ലേ അത്? അദ്ദേഹം കഴിച്ചതെല്ലാം കീഴ്പോട്ട് പോരുന്നുണ്ട്, കുടിച്ചതും പോരുന്നുണ്ടല്ലോ, അതോ അവശേഷിക്കുന്നില്ല. അത് ഏറ്റവും വലിയ നിയമത്തല്ലേ? അപ്പൊ മുസീബത്ത് മാത്രമല്ല കാണാം, മറ്റു നിയമത്ത് കാണണം എന്നർത്ഥം. റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, ലൗ ഖാസൻ നാസുൽ ബലാഅ ബിമാ ഫൗഖഹു, ജനങ്ങളെല്ലാവരും അവർക്ക് കിട്ടിയതായിരിക്കുന്ന ബലാല് മുസീബത്തിനെ, പരീക്ഷണത്തെ അതിൽക്കും മേലെയുള്ളത് കൊണ്ട് അവർ തുലനം ചെയ്യുകയാണ് എങ്കിൽ, ലവജദൂ ബഅദൽ ബലായാ ഫിയാ, അള്ള പരീക്ഷിച്ച മുസീബത്ത് ഇറക്കിയതിൽ ചിലത് അത് അയാൾക്ക് സുഖമുള്ളതായിട്ട് അവർക്ക് എത്തിക്കാൻ കഴിയും. അത് നല്ലതല്ലേ? അപ്പൊ അങ്ങനെ കണ്ടതില് അങ്ങനെയാണെങ്കിൽ വഖദ് കാന അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഹാനായിരുന്നു, ഇദാ ഖുദ്ദിമ ഇലൈഹി തുആമൻ, മഹാനവറുകളിലേക്ക് ഭക്ഷണം അങ്ങ് കൊണ്ടേപ്പെട്ടാൽ, എത്തിക്കപ്പെട്ടു കഴിഞ്ഞാൽ യഖൂൽ, കണ്ട മകൻ പറയും, അൽഹംദുലില്ലാഹില്ലദീ
ജഅലനീ അസ്തഹീഹി. അള്ളാഹ്ക്കാണ് സർവസ്തുതിയും. നമ്മൾ ഓർക്കണമൊക്കെ, ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അത് കടിക്കാനുള്ള ആഗ്രഹം അല്ല തന്നില്ലേ? ഈ ഭക്ഷണത്തിലേക്കുള്ള കൊതിയും ആഗ്രഹവും അള്ളാഹു തനിക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു. ഫകം മൻ യഖ്ദിറു അലൈഹി വലാ യസ്തഹീഹി. എത്രയോ ആളുകളുണ്ട്, കഴിവുള്ളവരുണ്ട്, എത്രയോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിവുള്ളവരുണ്ട്. പക്ഷേ ആ ഭക്ഷണം അവർക്ക് കൊതിക്കാൻ പറ്റൂല, ആഗ്രഹിക്കാൻ പറ്റൂല. അങ്ങനെയുള്ളവർ എത്രയുണ്ടെന്ന് നോക്കുമ്പോൾ ഈ ഭക്ഷണം എനിക്ക് കൊതിക്കാം, എനിക്ക് ആഗ്രഹമുണ്ട്, അത് അള്ളാഹു തആല നൽകിയതല്ലേ. യഅനി മിൻ ശിദ്ദത്തിൽ മറദി വൽ വജ്ഹ്. ശക്തമായിരിക്കുന്ന വേദന, രോഗം, ഇത് വന്നപ്പോൾ ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വിഷമമുണ്ട്, ആഗ്രഹമില്ല. അങ്ങനല്ലേ? അതൊന്നുമില്ലാതെ എനിക്ക് ആഗ്രഹം നൽകി, എനിക്ക് രോഗമില്ല, എനിക്ക് വേദനയില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റും, അൽഹംദുലില്ലാഹ് എന്ന് പറയണ്ടേ? കൈ കഴുകാൻ വെള്ളം തന്നു, അൽഹംദുലില്ലാഹ്. ഇരിക്കാൻ കസാര തന്നു, അൽഹംദുലില്ലാഹ്. ടേബിള് തന്നു, അൽഹംദുലില്ലാഹ്. വിഭവങ്ങൾ പലതും വേവിക്കാൻ തീ തന്നു, അൽഹംദുലില്ലാഹ്. അതെല്ലാം പാത്രത്തിലാക്കി വെച്ച് തന്നു, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എത്ര അൽഹംദുലില്ലാഹ് നമ്മൾ പറയേണ്ടി വരും? അങ്ങനെ തിന്നാൻ ചവക്കാൻ പല്ല് തന്നു, അൽഹംദുലില്ലാഹ്. രുചിക്കാൻ നാവ് തന്നു, അൽഹംദുലില്ലാഹ്. വായ് പുറത്തേക്ക് വിടുവാനുള്ള ദ്വാരം തന്നു, അൽഹംദുലില്ലാഹ്. കാണാൻ കണ്ണ് തന്നു, അൽഹംദുലില്ലാഹ്. ഇങ്ങനെ എത്ര പറയണം?